ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സർ ജോൺ സക്ലിംഗ് എഴുതിയ വൈ സോ പെയിൽ ആൻഡ് വാൻ ഫോണ്ട് ലവർ എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഓതറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. സർ ജോൺ സക്ലിംഗ് ഇദ്ദേഹം ജനിക്കുന്നത് ഫെബ്രുവരി 10, 1609 മെയ് 1641 ശേഷമാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹം ഇംഗ്ലീഷ് പോയറ്റാണ്. വിവേകത്തിന് പേര് കേട്ടവരിൽ പ്രമുഖനായിരുന്നു ഇദ്ദേഹം. കാർഡ് ഗെയിംസ് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. ബല്ലാഡ് ഓൺ എ വെഡിങ് എന്ന കവിതയിലൂടെയാണ് ഇദ്ദേഹം കൂടുതലും അറിയപ്പെടാൻ വേണ്ടി തുടങ്ങിയത്. ഈ കവിതയിലെ പോയറ്റ് തൻ്റെ ഹൃദയം തകർന്നിരിക്കുന്ന ഫ്രണ്ടിനോട് ഒരു ഹോപ്പുമില്ലാത്ത പ്രണയത്തിന് പുറകെ ചുറ്റിക്കറങ്ങുന്നത് നിർത്താൻ വേണ്ടി ഉപദേശിക്കുകയാണ്. പോയറ്റിനൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന് ഒരു ലേഡിയോട് ലവ് തോന്നി. അദ്ദേഹത്തിന് ആ ലേഡിയോട് ഡീപ്പായിട്ടുള്ള ലവ് ആണ് തോന്നിയത്. അയാൾ ആ പ്രണയത്തിൽ മുഴുകിയിരിക്കുകയാണെന്ന് പറയാം. സാധാരണ ഒരു പേഴ്സൺ ലവിലാണെങ്കിൽ ആ പേഴ്സൻ്റെ മൈൻഡ് എന്തായിരിക്കും? ഫുള്ള് ഹാപ്പി ആയിരിക്കും അല്ലേ? പക്ഷേ പോയറ്റിൻ്റെ ഫ്രണ്ടിന് ഹാപ്പിനെസ് ഒന്നും കിട്ടുന്നില്ല. ഹാപ്പിനെസ് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലവ് ആ ലേഡി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ലേഡിയോട് പറഞ്ഞ സമയത്ത് ആ ലേഡി അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പോയറ്റിൻ്റെ ഫ്രണ്ടിന് സന്തോഷമില്ല, ഒരു ഗ്ലൂമി ആയിട്ടാണ് ഉള്ളത്. വൈ സോ പെയിൽ ആൻഡ് വാൻ ഫോണ്ട് ലവർ പ്രിറ്റി വൈ സോ പെയിൽ വിൽ വെൻ ലുക്കിംഗ് വെൽ കാൺ മൂവ് ഹെർ ലുക്കിംഗ് എയിൽ പ്രിവെയിൽ പ്രിറ്റി വൈ സോ പെയിൽ. ഒരു ചോദ്യത്തിലൂടെയാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈ സോ പെയിൽ ആൻഡ് വാൻ ഫോണ്ട് ലവർ. നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? വാൻ എന്ന് പറഞ്ഞാൽ വിളറിയ അല്ലെങ്കിൽ ടയേർഡായിട്ടുള്ളത് എന്നൊക്കെ പറയാം. എന്തുകൊണ്ടാണ് നീ വിഷമിച്ചിരിക്കുന്നത്, ഇങ്ങനെ ടയേർഡായിരിക്കുന്നത്? ഇവിടെ ആ ഇരിക്കുന്ന ആ ഫ്രണ്ടിൻ്റെ എപ്പിയറൻസ് പറയാണ്. കാണാൻ ഭയങ്കര സങ്കടത്തിലാണ്, അതുപോലെ ടയേർഡാണ്. നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫേസിൻ്റെ കളർ എന്താവും? കുറച്ച് ഡാർക്ക് ആവും അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, പോയറ്റിൻ്റെ ഫ്രണ്ടിന് ഒരു ലേഡിയെ കണ്ട സമയത്ത് ആ ലേഡീനോട് പ്രണയം തോന്നുന്നുണ്ട്. അങ്ങനെ പോയറ്റിൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്തു? ആ ലേഡിയോട് പ്രണയം തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ലേഡി അത് ആക്സെപ്റ്റ് ചെയ്തില്ല, റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പോയറ്റിൻ്റെ ഫ്രണ്ട് ടയേർഡായിട്ടും വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്. പോയറ്റ് പിന്നെയും ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ദയവായി നീ പറയൂ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇപ്പം നീ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഹെൽത്തി ആയ സമയത്ത് അവൾക്ക് നിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല അല്ലേ? നിനക്കിപ്പം നല്ല ആരോഗ്യമുണ്ട്. ആ സമയത്ത് അവൾക്ക് നിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഈ സമയത്ത് അവൾ നിന്നെ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നീ ഇത്രയും വിഷമിച്ച് ടയേർഡായി ഇരുന്നാൽ നിന്നെ അവൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് പോയറ്റ്. പിന്നെയും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ വിഷമിച്ചിരിക്കുന്നത് എന്ന്. വൈ സോ ഡൾ ആൻഡ് മ്യൂട്ട് യങ് സിന്നർ പ്രിറ്റി വൈ സോ മ്യൂട്ട് വിൽ വെൻ സ്പീക്കിംഗ് വെൽ കാൺട്ട് വിൻ ഹെർ സേയിങ് നത്തിങ് ടു ഡോണ്ട് പ്രിറ്റി വൈ സോ മ്യൂട്ട്. പോയിട്ട് പിന്നെയും പറയാണ്, നീ എന്തുകൊണ്ടാണ് ഡള്ളായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? സിന്നർ എന്നാൽ പാപി എന്നാണ് അർത്ഥം. ക്രിസ്ത്യാനിറ്റിയിൽ മാരേജിന് മുന്നേ ലവ് ചെയ്യുന്നത് പാപമാണെന്നാണ് പറയുന്നത്. പോയിട്ട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ ഡള്ളായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? നീ നന്നായി സംസാരിച്ചിരുന്നപ്പോൾ അവൾ നിന്നെ പ്രണയിച്ചില്ല. അപ്പം നീ ഇങ്ങനെ സൈലൻ്റായി മ്യൂട്ടായി ഒന്നും സംസാരിക്കാതിരിക്കുന്ന സമയത്ത് അവൾ നിന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നാണ് നീ കരുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ മ്യൂട്ടായി ഇരിക്കുന്നത്? ക്വിറ്റ് ക്വിറ്റ് ഫോർ ഷെയിം ദിസ് വിൽ നോട്ട് മൂവ് ദിസ് cannot take her if of herself she will not love nothing can make her the devil take her. പോയിട്ട് ഫ്രണ്ടിനോട് ആ ലേഡിയെ സ്നേഹിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നീ ഇനി സ്നേഹിക്കേണ്ട ആവശ്യമില്ല, ഇത് നിർത്ത് എന്നാണ് പോയിട്ട് ഫ്രണ്ടിനോട് പറയുന്നത്. ഈ ലവ് ഒരിക്കലും
മുന്നോട്ട് പോവില്ല, മൂവ് ഓൺ ആവില്ല എന്നാണ് പറയുന്നത്. നീ സൈലൻ്റ് ആയാലും നീ എത്ര വിഷമിച്ചിരുന്നാലും ഒന്നും തന്നെ അവൾ നിന്നെ ലവ് ചെയ്യാൻ പോകുന്നില്ല, അവൾ നിന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല. നീ അവളെ ലവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് ഫ്രണ്ടിനോട് ഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. നീ നിൻ്റെ ലവ് അവളോട് പറഞ്ഞിട്ടും അവൾ നിൻ്റെ ലവ് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇനി ഒരിക്കലും അവൾ നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല. ലാസ്റ്റ് ലൈനിൽ ആ ലേഡിയെ കേഴ്സ് ചെയ്യാണ്, എന്ന് വെച്ചാൽ ശപിക്കുകയാണ് ചെയ്യുന്നത്. അവളെ വല്ല പിശാചെങ്ങാനും കൊണ്ടുപോകട്ടെ എന്നാണ് ഫ്രണ്ടിനോട് പോയിട്ട് പറയുന്നത്. നീ ഇനി അവളുടെ പുറകെ പോകാനൊന്നും നിൽക്കണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ പ്രണയം മനസ്സിലാക്കാത്ത ആളെ ഇനി നിനക്കും വേണ്ട എന്നൊക്കെ പോയിട്ട് തൻ്റെ ഫ്രണ്ടിന് അഡ്വൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷിലെ സമ്മറി ഒന്ന് വായിക്കാം. The first stanza uses rhetorical questions to make the lover consider why he is making himself sick. Pale and wan both suggest a face without color. So, someone suffering from physical sickness. Lines 3 to 4 are used by the poetic voice to suggest that if this girl does not want him when looking well, healthy, then why would she want him when she looks sickly? In a similar manner, the second stanza deals with the change in this lover's personality. If the poetic voice is friends with the lover, you would think that he usually finds him interesting and engaging. But in the open lines, he questions why the lover is dull and mute, suggesting that he has stopped talking or being involved and is becoming a bit of a bore to all around him. Again, the middle lines of the stanza 8 to 9 emphasize how futile the lover's reaction to rejection is, as he is never going to win the girl round through his silent sobriety. If she didn't want him when he is speaking well. Both these stanzas highlight the ridiculous nonsense that is love sickness. If she doesn't like you at your best, she is not going to be interested when you are a blubbering mess. The final stanza is a bit of a change and is possibly the first supportive comment from the poetic voice to the lover. The first line is a plea for the lover to snap out of it, with the repetition of quit emphasizing the voice's frustration with him, and shame tells the lover he is embracing himself and his friends. However, it then becomes quite abusive towards the object of the lover's desire, as the voice says that if she won't love him, then the devil take her, which is a 6th 7th century equivalent for sod her. He is slagging her off to make the lover feel a bit better about himself and hopeful to get him to move on.